എന്തുകൊണ്ട് നമുക്ക് ടോപ്പ് എൻഡിൻ്റെ സെയിം ഹെഡ്ലൈറ്റ് നമുക്ക് ഇതിലൊന്ന് ഫിറ്റ് ചെയ്തുവിടാം. ബ്രൈറ്റ് ആണ് വരുന്നത്, സോറി ഡിമ്മാണ് വരുന്നത്. ഡിമ്മാണ് പ്രൊജക്ടറിൽ എപ്പോഴും വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഞാനിപ്പോൾ അത് ഹീറ്റ് ചെയ്ത് സ്ട്രിങ്ക് ചെയ്തായിരുന്നു. വളരെ സമയമെടുത്താണെങ്കിൽ പോലും ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ആകാറായിട്ടുണ്ട്. ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ 2018 മോഡല് സ്ക്രോസ്, അതായത് സ്ക്രോസ് ഉദ്ദേശിക്കുന്ന ഡീസൽ വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഞാനിപ്പോൾ ബോണറ്റ് ഒന്ന് പൊക്കി ജസ്റ്റ് ലൈറ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ഹെഡ്ലൈറ്റ്, അതായത് നോർമൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ആണെങ്കിൽ പോലും ഇതിനകത്ത് വരുന്ന ഹാലജൻ ബൾബാണ്. ഈ ഹാലജൻ ബൾബ് നമ്മൾ മാറ്റി LED ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ടോപ്പ് എൻഡിൻ്റെ സെയിം ഹെഡ്ലൈറ്റ് നമുക്ക് ഇതിലൊന്ന് ഫിറ്റ് ചെയ്തുവിടാം. അതൊരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റാണ് ഞാനിന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഉടമസ്ഥൻ, അതായത് നമ്മുടെ ശരത്താണ്. ശരത്ത് തൊടുപുഴയിൽ നിന്നാണ് നമുക്ക് ഈ വാഹനം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ശരത്തിനെ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ശരത്ത്. ഭയങ്കര പൊക്കക്കൂടുതലാണ്. ശരത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ അല്ലേ? പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? വഴക്കുളം വിശ്വജ്യോതി കോളേജിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം പുള്ളി എനിക്ക് വേണ്ട, ഞാൻ ഇന്നിപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്തതാണ്. സമയം കിട്ടാത്തതിൻ്റെ കാരണം കൊണ്ട് മുമ്പോട്ട് പോയതാണ്. ഈ ആഴ്ചയിൽ എന്തുണ്ടെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് അഴിക്കാം. ഫ്രണ്ട് അഴിക്കുന്നത് ഞാൻ കൂടുതൽ ഇന്നിപ്പോൾ എല്ലാവരും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് ഹെഡ്ലൈറ്റ്സ് ഞാനൊന്ന് അഴിച്ച് ഞാൻ അതിൻ്റെ ഹെഡ്ലൈറ്റ്സ്, അതായത് ഞാൻ പറഞ്ഞ പോലെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഏകദേശം എത്ര രൂപയായിരുന്നു വന്നത്? 30 രൂപയോളം നമുക്ക് വരുന്നുണ്ട്. ഒരു രണ്ട് ഹെഡ്ലൈറ്റും കൂടി 30 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് ഏകദേശം 16 സംതിങ് വെച്ച്, 15ഓളം നമുക്ക് റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് ജസ്റ്റ് ഫിറ്റിംഗ് വീഡിയോയും കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടുപോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Textiles. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ ബമ്പർ അഴിച്ചിരിക്കുകയാണ്. സാധാരണ വണ്ടിയെ കഴിഞ്ഞും കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ സ്ക്രോസിൻ്റെ നമ്മൾ അഴിക്കാൻ വേണ്ടി. കൂടുതലും സ്ക്രൂ ആണ്, ബോൾട്ട് അല്ല ഇതിനകത്ത് വരുന്നത്, സ്ക്രൂ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം അഴിച്ചു. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് നമ്മൾ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതും നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഫ്രണ്ടിലത്തെ 2ഉം താഴത്തെ ഒരു 3 സ്ക്രൂവും വരുന്നുണ്ട്. ആ സ്ക്രൂ ഒന്ന് ഡിസ്മാൻറ്റിൽ ചെയ്ത് ആദ്യം നമുക്ക് റൈറ്റ് സൈഡ് തന്നെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊണ്ട് തരാം. അപ്പം നമ്മളിത് അഴിച്ചെടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രെയിമാണ് ഇതിന് വേണ്ടി, അതായത് ഹെഡ്ലൈറ്റിനൊരു പ്രൊട്ടക്ഷൻ പോലെ കൊടുക്കുന്ന ഒരു ഫ്രെയിം മാത്രമാണ്. തൽക്കാലം ഒന്ന് മാറ്റുക. എന്നിട്ട് നമ്മളിതിങ്ങനെ ഊരിയെടുക്കുന്നു. കപ്ലർ കണക്ഷൻ പിടിക്കാനുള്ള എല്ലാം പിടിച്ചോണം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മുടെ സാധാരണ മോഡൽ ഹെഡ്ലൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ പ്രൊജക്ടർ വരുന്നുണ്ടെങ്കിൽ പോലും നോർമൽ ഹാലജൻ ബൾബാണെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന നമ്മുടെ നോർമൽ ഹാലജൻ ബൾബാണ് ഈ വരുന്നത്. ഈ നോർമൽ ഹാലജൻ ബൾബ് ഇത് ബ്രൈറ്റ് ആണ് വരുന്നത്, സോറി ഡിമ്മാണ് വരുന്നത്. ഡിമ്മാണ് പ്രൊജക്ടറിൽ എപ്പോഴും വരുന്നത്. ബ്രൈറ്റ് വരുന്നത് ഇതിൻ്റെ സൈഡിലാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം.
റൈറ്റ് സൈഡ് പ്രൊജക്ടറിനകത്ത് കാണുന്നത് ഡിമ്മും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും ബ്രൈറ്റുമാണ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പം ഏറ്റവും ടോപ്പ് മോഡലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്നത് നമ്മുടെ നോർമൽ സ്ക്രോസിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതിൻ്റെ ഈ മേളിൽ കൂടെ DRL വരുന്നുണ്ട്. പിന്നെ ഇത് പ്രൊജക്ടറുണ്ട്. ഈ പ്രൊജക്ടറിനകത്ത് വരുന്ന LED ആണ്. ഡിം ആൻഡ് ബ്രൈറ്റ് ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ അത് നോർമൽ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ നമുക്കൊന്ന് കാണാം. ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന നീളമുള്ള വയറെന്ന് പറയുന്നത് നമ്മുടെ DRLോട്ടുള്ള ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് വൈറ്റ് ലൈനാണ് അവർ തന്നെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. ബാക്കി എല്ലാം പിന്നാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പിന്നെ നമുക്ക് ചെറിയൊരു മാറ്റം ഇതിനകത്ത് വരുത്താനുണ്ട്. ഇതിൻ്റെ മാറ്റം കൂടെ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു മോഡൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ലൂസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ലൂസ് ആകാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിതിപ്പം ടൈറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് 2 വെറുതെ കൊള്ളിച്ച് വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഏകദേശം നോക്കുക ഗ്യാപ്പെല്ലാം കറക്റ്റാണോ, സൈഡിൽ ഇനി കയറാനുള്ള എല്ലാം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം പൊസിഷനിലും കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യുക. സൈഡ് ഓക്കെ. മേളത്തെ ആദ്യം 3 പ്രോപ്പറായിട്ട് ഇടണം. അത് 1, 2, 3 ഈ 3 ഇട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഫുൾ ടൈറ്റ് ആക്കണ്ട, ചെറിയ രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. ഒന്ന് പൊളിച്ച് തന്നാൽ ഓക്കെ. അപ്പം നമുക്ക് ഈ സൈഡും കൂടെ ഏതായാലും ഒന്ന് അഴിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഡിം ലൈറ്റിലോട്ടുള്ള സോക്കറ്റാണ് ഈ പോകുന്നത്. അപ്പോൾ ഡിം ലൈറ്റിലെ സോക്കറ്റ് നമ്മളിപ്പോൾ ഇതിനകത്ത് നിന്ന് പിൻ ഊരി എടുക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഈ ഒരു കവർ ഊരിപ്പോരും. അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയാണ്. പിന്നെയെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി, അത് ഊരിപ്പോരും. 2 സൈഡ് ഞാൻ അതുപോലെ ഒന്ന് ഊരിയെടുക്കുകയാണ്. യെസ്, അത് ഊരി. ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പ് നാളെ ഒരു ആവശ്യത്തിന് നമുക്ക് തിരിച്ച് ഇത് തന്നെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിത് അതുപോലെ തന്നെ ഊരിയെടുക്കുന്നത്. ഡിമ്മാണ് വരുന്നത്. ഡിമ്മിൻ്റെ എല്ലാവരും ശ്രദ്ധിക്കുക, ബ്ലാക്ക് നെഗറ്റീവും ഗ്രീന് വരുന്നത് ഒരു പോസിറ്റീവ് ലൈനുമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിനകത്തൊരു റെഡും ബ്ലാക്കും ഉണ്ട്. റെഡും ബ്ലാക്കും നമ്മുടെ ഡിം ലൈനിലോട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു ഗ്രീനും യെല്ലോയും ആണ് ഇതിൽ വരുന്നത്. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിൽ പോലും ഈ ഒരു കളർ ലൈനിങ് കറക്റ്റായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. റെഡ് ആൻഡ് ബ്ലാക്കും പിന്നെ ഗ്രീൻ ആൻഡ് യെല്ലോയും. നമുക്ക് ഇതിൽ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കപ്ലേഴ്സാണ് വരുന്നത്. അതിൽ ഈ ഒരു കപ്ലർ നേരത്തെ ഞാൻ ഊരി കാണിച്ചായിരുന്നു എല്ലാവരെയും. അതായത് ഒരു പർപ്പിളും ബ്ലാക്കും ആണ് വരുന്നത്. പർപ്പിൾ പോസിറ്റീവാണ് വരുന്നത് നമ്മുടെ ഡിം ലൈറ്റിൻ്റെ. അപ്പോൾ ഡിം ഞാൻ പറഞ്ഞ പോലെ റെഡും ബ്ലാക്കും ആണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ബ്ലാക്ക് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നെഗറ്റീവ് തന്നെയാണ്. ഈ നെഗറ്റീവിലോട്ടാണ് കണക്ഷൻ പോകേണ്ടത്. ഇത് പോസിറ്റീവിലോട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ലൂസ് ആകാത്ത രീതി സ്ലീവ് ചെയ്യുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഈ സ്ലീവ് ഇതിനകത്തോട്ട് ഇറക്കുകയാണ്. ഞാൻ പറഞ്ഞ റെഡ് ലൈനിലോട്ട് സ്ലീവ് ഇറക്കുകയാണ്. കാണാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ഇറക്കുകയാണ്. ഈ ഒരു സ്ലീവ് ഇറക്കുന്ന വേറെ ഒന്നും കണ്ടില്ല. ഞാൻ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞുതരാം. കാരണം നമ്മുടെ പിടുത്തം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് സ്ലീവ് നമ്മൾ ഇറക്കുന്നത്. ഇനിയിപ്പോൾ ഈ 2 പോയിൻറ്റ്സ് എല്ലാവർക്കും കാണാൻ സാധിക്കാതെ ഞാൻ കണക്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ പർപ്പിളും റെഡും. ഓക്കെ, ഞാനപ്പോൾ ഇതിനകത്ത് ഈ സ്ലീവ് ഇങ്ങനെ കയറ്റി വിടുകയാണ് ഇതിനകത്തോട്ട്. എന്നിട്ട് നമ്മളിതൊന്ന് ഹീറ്റ് ചെയ്യുക. ഇപ്പം നമ്മളതൊന്ന് ഹീറ്റ് ചെയ്ത് സ്രിങ്ക് ആകുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇനി ഇത് ലൂസ് ആകത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഞാനിപ്പോൾ അത് ഹീറ്റ് ചെയ്ത് സ്രിങ്ക് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുന്നത്, ഇത് ലൂസ് ആകത്തില്ല ഒരു കാരണവശാലും. നമുക്കിനിയിപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ഒന്ന് ഇൻസുലേറ്റും കൂടെ ചെയ്ത് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇത് ഊരി പോരത്തില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ലൈനാണ്. 2 ബ്ലാക്കിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഈ സ്ലീവ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ തിരിച്ച് ഇതിലോട്ട് സ്ലീവ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഹൈ ബീമിൻ്റെ ലൈൻ നമുക്ക് ഈ വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ ഗ്രീനും ബ്ലാക്കിൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നിൽ നിന്ന് അത് നമുക്കൊന്ന് ഊരിയെടുക്കാം. ഓക്കെ, അപ്പം സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഈ മേളത്തെ വൈറ്റ് ഒന്നിങ്ങനെ ഊരിയെടുക്കുകയാണ്. അതിൻ്റെ ലോക്ക് ഊരിയെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് വരുന്ന 2 ക്ലിപ്പ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് എല്ലാവരും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുമായിരിക്കും ഊരിയെടുക്കേണ്ട രീതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് അഴിച്ച് കഴിഞ്ഞാൽ 2 പിന്നും ഫ്രീ ആയി. എന്നിട്ട് ഈ ഒരു കപ്ലർ എപ്പോഴും മാറ്റി വെച്ചേക്കുക. കാരണം നാളെ ഒരു സമയത്ത് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ പോലും
നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ കാണിച്ച 2 ക്ലിപ്പ് ഊരിയെടുത്തു. അപ്പോൾ അതിനകത്ത് ഗ്രീനും ബ്ലാക്കും ആണ് വരുന്നത്. ഗ്രീൻ ആസ് യൂഷ്വൽ പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ വരുന്നത് ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഗ്രീൻ ലൈനാണ്. രണ്ടിലും ഗ്രീൻ ആയതുകൊണ്ട് പിന്നെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. നമ്മൾ ഗ്രീൻ തന്നെ കണക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ലീവ് ഇറക്കുന്നു, കണക്ട് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് സ്പീഡിൽ പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്രൈറ്റിൻ്റെ ലൈന് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ വരുന്ന ഡിമ്മിൻ്റെ ലൈനും നമുക്ക് സെറ്റാണ്. അപ്പോൾ രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇൻസുലേറ്റ് ചെയ്തും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ കൂടെ സെറ്റായിരിക്കും. പിന്നെ ഒരു വൈറ്റ് ലൈൻ ഉണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. നമ്മുടെ DRലോട്ട് പോകുന്ന ലൈനാണ്. ആ ലൈൻ എവിടെ നിന്ന് എടുക്കുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ പാർക്കിൻ്റെ ഒരു ലൈനും കൂടെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ ലൈൻ. ഇത് നമ്മുടെ പാർക്കിൻ്റെ കപ്ലർ വരുന്നത്. ഈ കപ്ലറിൽ നിന്ന് റെഡ് ലൈൻ മാത്രം നമുക്ക് ഊരി എടുത്തേച്ചും അതിലോട്ട് മാത്രം ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇതിനകത്ത് ഈ റെഡ് ലൈൻ മാത്രം ഒന്ന് ഊരിയെടുക്കുകയാണ്. യെസ്, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ആ റെഡ് ലൈൻ മാത്രം ഞാൻ ഊരിയെടുത്തു. ഈ ക്ലിപ്പ് ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ്. കാരണം നാളെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു ലൈൻ എടുത്തു. ഇനി നമ്മുടെ പാർക്കിൻ്റെ ലൈൻ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ ലൈൻ. ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടിരിക്കുന്നത്. അതും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഈ ലൈനാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം പാർക്കിൻ്റെ ലൈനായതുകൊണ്ട് വലിയ കാര്യങ്ങൾ അതിനകത്ത് ബുദ്ധിമുട്ടായിട്ടൊന്നും വരുന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ ഇൻസുലേറ്റ് ചെയ്യുകയാണ്. ഇൻസുലേറ്റ് ചെയ്യുന്നത് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യണം, വേറെ കോണ്ടാക്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മളിനിയിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ലൈൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ലൈറ്റിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ഇൻസുലേറ്റ് ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മുടെ DRൻ്റെ ലൈറ്റ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ സമയത്ത് കറണ്ട് വരാൻ വേണ്ടി ഇവിടെ നിന്നൊരു ലൈനാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ കാണിക്കുന്ന പോലെ ക്രിമ്പ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആവശ്യം വേണ്ട അല്ലെങ്കിൽ ഇപ്പം വർക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈനൊന്ന് ഊരി വിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് സൈഡും കൂടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്തും കൂടെ നമ്മളത് ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇൻസുലേറ്റ് ഒക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയൊരു കഷ്ടപ്പാട് തീർന്നിരിക്കുകയാണ്. വളരെ സമയമെടുത്താണെങ്കിൽ പോലും ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ആകാറായിട്ടുണ്ട്. ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു കേട്ടോ. ഒന്ന് നന്നായിട്ട് അതായത് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം സാധനം ബമ്പറൊക്കെ ഒന്ന് അഴിച്ച് പുറത്തോട്ടൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങുള്ള പരിപാടിയാണ് സ്ക്രോസിൽ. അപ്പോൾ ആ രീതിക്ക് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാൻ പോവാണ്. പാർക്കൊന്ന് ഓണാക്കാമോ? ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും നമ്മുടെ പാർക്കിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫോഗ് ലാമ്പും കൂടെ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഹെഡ്ലൈറ്റ് ഓക്കെ, ഹെഡ്ലൈറ്റ് ഓണായി. ഡിം ആൻഡ് ബ്രൈറ്റ് ഓക്കെ, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഡിം ആൻഡ് ബ്രൈറ്റും ഓക്കെ ആയി. ഇനി ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇഗ്നിഷൻ ഒന്ന് ഓണാക്കിയ DRലിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ DRലും ഓൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നാ പറയുക, ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. അങ്ങനെ എസ്ക്രോസിൽ നമുക്ക് ഒരു DRൽ അല്ലെങ്കിൽ ഒരു ഏറ്റവും ടോപ്പ് എൻഡിൻ്റെ ഹെഡ്ലൈറ്റ് വെക്കാൻ സാധിച്ചു. ഇനി അടുത്ത ഏതെങ്കിലും ഒരു പുതിയ വണ്ടിയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.